നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റിയിൽ നല്ലൊരു റിക്കവറി നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ തുടർച്ചയായിട്ടുള്ള നാലാമത്തെ ദിവസവും ഇടിഞ്ഞ് തന്നെ നിഫ്റ്റി ക്ലോസ് ചെയ്തു. RBIയുടെ ഇടപെടൽ ഉണ്ടായിരുന്നിട്ടും ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഏതായാലും RBIയുടെ ഇടപെടൽ കാരണം ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് IT സെക്ടറിനായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അത്തരത്തിൽ നിഫ്റ്റി IT ഏകദേശം 1.21% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. IT സെക്ടറിൽ നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, HCL ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. മറ്റ് സ്റ്റോക്കുകളിലേക്ക് വന്നാൽ അദാനി പോർട്സ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളും നേട്ടമുണ്ടാക്കി. ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന മാർക്കറ്റായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വിൽപ്പന സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും 25,800 മുകളിലായി തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു എടുത്തു പറയേണ്ട സ്റ്റോക്ക് ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ ആയിരുന്നു. ഈ സമീപ ദിവസങ്ങളായിട്ട് ധാരാളം പ്രശ്നങ്ങളാണ് ഇൻഡിഗോ നേരിട്ടിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 21% സ്റ്റോക്ക് ഇടിഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ നല്ലൊരു റിക്കവറി സ്റ്റോക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോക്ക് ഏകദേശം 3% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. മറ്റൊരു സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ ഉയർന്നത് AMC ഓഹരികളായിരുന്നു. സെബി ചെലവ് അനുപാത മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചതിന് ശേഷം AMC സ്റ്റോക്കുകൾ ഉയർന്നു. HDFC AMC 7% നേട്ടമുണ്ടാക്കി. അടുത്തതായി ലോഹങ്ങൾ മികച്ച നേട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിൽവർ ഇപ്പോൾ സമീപ ദിവസങ്ങളിലായിട്ട് നല്ല നേട്ടത്തിലാണുള്ളത്. അതിന്റെ ഒരു ഗുണം നമുക്ക് ഹിന്ദുസ്ഥാൻ സിങ്കിലും കാണാൻ കഴിയും. ഇന്ന് ഏകദേശം 2% നേട്ടമുണ്ടാക്കി. വെള്ളിവില റെക്കോർഡ് ഉയരത്തിലെത്തിയതാണ് സ്റ്റോക്ക് ഉയരാൻ കാരണമായത്. ഹിന്ദുസ്ഥാൻ സിങ്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂ പറയുന്ന സെക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു സ്റ്റോക്ക് ആന്റണി വേസ്റ്റ് എന്ന സ്റ്റോക്ക് ആയിരുന്നു. സ്റ്റോക്കിനെ കുറിച്ച് രാവിലെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. വലിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരുന്നു. സ്റ്റോക്ക് ഏകദേശം 18% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളായി വരുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിൽ നമ്മൾ നൽകിയിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ ഇവിടെ കമന്റ് ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ 55% ഡിസ്കൗണ്ടോട് കൂടി 1,299 രൂപയാണ് 3 മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിൽവർ പുതിയ ഓൾ ടൈം ഹൈകൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്ക് അങ്ങേയറ്റം ഫോക്കസിൽ വരുന്നുണ്ട്. സിൽവറിനൊപ്പം ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന സ്റ്റോക്കും നല്ല ഉയരങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റൗണ്ടിംഗ് ബോട്ടം ഫോം ചെയ്തിരിക്കുന്ന ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഇപ്പോൾ 1.5 വർഷത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ എടുത്തു പറയുന്നത്. സിൽവർ പ്രൈസുകൾ $66 പെർ ഔൺസ് എന്ന ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം ഫോക്കസിൽ വന്ന ഇന്ത്യയിലെ ഒരു സ്റ്റോക്ക് NSEയിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് ആയിരുന്നു. സ്റ്റോക്ക് ഒരു റൗണ്ടിംഗ് ബോട്ടമാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ് 575 മുതൽ 580 വരെയുള്ള ആ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് ഇന്ന് 592 മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സ്റ്റോക്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ കാണുന്നത് ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ആണ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ബുള്ളിഷ് ട്രെൻഡിന്റെ സൂചന തന്നെയാണ്. കൂടാതെ വോളിയം നമ്മൾ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബുള്ളിഷ് വോളിയം, അതും ഒരു ബ്രേക്ക് ഔട്ടിന്റെ സമയത്ത് നല്ല ബുള്ളിഷ് വോളിയം വരുന്നതും തികച്ചും പോസിറ്റീവായി തന്നെ കാണാം. സ്റ്റോക്ക് നമ്മളിപ്പോൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 630 ആണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 570 അടുത്തതായി മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് പറയാം. സിർമ SGS ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡിസെൻഡിങ് ചാനൽ പാറ്റേണിൽ സ്റ്റോക്ക് ഏകദേശം ഒരു മാസം, അതായത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ ഈ ഒരു ഡിസെൻഡിങ് ചാനൽ പാറ്റേണിലാണ് സ്റ്റോക്ക് പോയിരുന്നത്. അതിനുശേഷം അവിടെ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്തില്ല. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ആവുകയായിരുന്നു. സ്റ്റോക്ക് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ എത്തി നിൽക്കുകയാണ്. അതായത് 674 മുതൽ 706 വരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സോണിലേക്കാണ് ഇപ്പോൾ സിർമ എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സോണിനുള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ റിവേഴ്സൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ഇപ്പോൾ ഒരു തരത്തിലുള്ള ബുള്ളിഷ് റിവേഴ്സൽ കൺഫർമേഷനും നമുക്ക് ലഭിച്ചിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് റെഡ് ക്യാൻഡിലുകളും കൂടാതെ ഒരു ബിയറിഷ് സിഗ്നലൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് സ്റ്റോക്ക് ഈ ഒരു സോണിൽ നിന്നാണ് തിരിഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു സോൺ നമ്മൾ പ്രധാനപ്പെട്ടതായി കാണുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. നാളെ വീണ്ടും നമുക്ക് പ്രീ മാർക്കറ്റ് വീഡിയോയുമായി കാണാം. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ
തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്നു. നാളെ രാവിലെ വീണ്ടും പ്രീ മാർക്കറ്റ് വീഡിയോയുമായി കാണാം. നന്ദി.